സാധകം ചെയ്യുന്നു. എവിടെ ഗോളിയാണ്? അവിടെ കുളിക്കാൻ വെള്ളമുണ്ടോ? പുഴയിൽ വെള്ളമുണ്ടോ? കിണറ്റിൽ വെള്ളമുണ്ടോ? കണ്ണിൽ വെള്ളമുണ്ടോ? അവസാനം ഒരു ബക്കറ്റ് വെള്ളം കിട്ടും. ഈ ഒരു ബക്കറ്റ് വെള്ളത്തിന്റെ കച്ചവടം മുന്നിക്കുന്നത് എങ്ങനെ മുന്നിട്ടും? എന്റെ അച്ഛൻ എന്തൊക്കെ ബുദ്ധിയുള്ളവരും അച്ഛനെന്ത് ചെയ്യും? ഈ ഒരു കുടം ഈ ബക്കറ്റ് വെള്ളത്തിൽ തലയങ്ങൾ കുട്ടിയിട്ട് കാര്യം കുട്ടി അച്ഛൻ 1 മണിക്കൂർ അങ്ങനെ അവസാനം 1 മണിക്കൂർ കഴിഞ്ഞ് പൊക്കി നോക്കിയപ്പോൾ സാധനം ചെയ്യാമെന്ന് അച്ഛൻ സാധനം കൈ കിട്ടും അന്ന് ശരിയായി. നേരെ പെട്ടെന്ന് സൗണ്ടൊക്കെ നമുക്ക് തിരികെ തിരിക്കണം. എവിടെയും പോയി ഇതെന്തോ സംഭവം? ഒരല്പം കാരണം സാമൂഹ്യ ജസ്തമല്ലേ പരിപാടി കഴിയുമ്പോഴത്തേക്ക് ആളുകൾ പണ്ടത്തെ വെറുതേക്കല്ല ഉണ്ടാകാൻ അറിയണമെങ്കിലോ ആശാനെ നമസ്കാരം. എന്റെ പൊന്ന ആശാനെ, ആശാന്റെ ഒരു ഗാനമേള ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ബുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പോകാത്ത ഏജൻസികളില്ല. ഇവിടെ വന്ന പോലെ എന്റെ ആശാനെ ആശാന്റെ വീട്ടിൽ ചെന്നപ്പോ പിന്നെ ചേച്ചിയാ പറയുന്നത് ഇന്ന് ഈ ക്ഷേത്രത്തിൽ ആശാന്റെ വലിയ ഗാനമേള ഉണ്ടെന്ന്. അടിപൊളി ഗാനമേള. ഈ ജനങ്ങളെ കൊണ്ടിരിക്കണ്ട ഗാനമേള കേൾക്കാനായിട്ടോ. ഇവരൊക്കെ ഇതെന്റെ ശിഷ്യന്മാരാ. ഞാൻ പാടും, ഇവര് രണ്ടുപേരും ആടും. ആട്ടം ഉണ്ടല്ലേ? പിന്നെ അതാണ് ഞങ്ങളുടെ ഗാനമേള. ഇപ്പോഴത്തെ ട്രെൻഡ് ആണല്ലോ പാട്ടും ആട്ടവും കൂടെ. പിന്നെ ഇന്നലെ പരിപാടി ഉണ്ടായിരുന്നോ? ഇന്നലെ പരിപാടി ഉണ്ടായിരുന്നോ? എന്താ ചിരിക്കുന്നത്? ഇന്നലെ 2 പരിപാടി ഉണ്ടായിരുന്നോ? ഡബിളാ. ആദ്യത്തെ പരിപാടി കമ്മറ്റിക്കാർ തുടങ്ങാൻ പറഞ്ഞത് 9 മണിക്ക്. തുടങ്ങിയപ്പോ 10 ആയി, 11 ആയി, 12 ആയി. എത്ര പറയുന്ന അവസാനം 1 ആയി. രണ്ടാമത്തെ പരിപാടി തീർന്നപ്പോഴേക്ക് കോഴിക്കും വിവരിപ്പിച്ച് തുടങ്ങിയല്ലോ. അതിന് ആശാന്റെ ഗാനമേളക്ക് നല്ല കയ്യടി കിട്ടാറുണ്ടോ? എന്റെ ഗാനമേളക്ക് കയ്യടി കിട്ടാറുണ്ടോ? എടാ എന്റെ ഗാനമേള തുടങ്ങി ആദ്യത്തെ 3-4 മിനിറ്റ് കയ്യടിയാ. പിന്നെ കൈകൊണ്ടാണോ കാലുകൊണ്ടാണോ മണലുകൊണ്ടാണോ എന്തൊക്കെ കൊണ്ടാ അടിക്കണേന്ന് ഒരു വഴിയില്ല. അപ്പോഴേക്ക് പോകും. അച്ഛനെ പുറത്ത് പരിപാടി കിട്ടാറുണ്ടോ? പുറത്ത് പരിപാടി കിട്ടാറുണ്ടോന്നോ? കഴിഞ്ഞ ദിവസം കടപ്പത്തിൽ പരിപാടിക്ക് പോയതാ, പഞ്ചായത്തിനടിച്ചതാ. ഞാനത് എവിടെയാണ്? അച്ഛൻ അതല്ല. അച്ഛന് ഗാനമേള കൂടുതൽ ഔട്ട്ഡോർ ആണോ ഇൻഡോർ? ഗാനമേള കൂടുതലും ഔട്ട്ഡോർ ആണോ ഇൻഡോർ ആണോ? പക്ഷേ ഔട്ട്ഡോർ എന്ന് പറഞ്ഞാൽ മറ്റേ പ്ലാസ്റ്റിക് മറ്റേത് മരത്തിന്റെ. അതെ ആശാന്റെ കിച്ചൻ തന്നെ. ആശാന്റെ പ്ലാസ്റ്റിക് മരമൊന്നുമല്ല. ഔട്ട്ഡോർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മൈതാനങ്ങളൊക്കെ നടന്ന പരിപാടി. ഇൻഡോർ എന്ന് പറഞ്ഞാൽ അടച്ചുപൂട്ടിയ പരിപാടി, ഓഡിറ്റോറിയം പരിപാടി. കൂടുതലും ഔട്ട്ഡോർ പരിപാടി. എന്താണെന്ന് ഞാൻ പറഞ്ഞ പരിപാടി എന്ന് തിരിക്കുമ്പോഴേക്കും ഈ കമ്മിറ്റിക്കാർ വെച്ച് പൂട്ടിയത്. ഈ ഞാൻ തൃപ്രയാർ ക്ഷേത്രത്തിലാണ് വരുന്നത് പറഞ്ഞല്ലോ. ഈ തൃപ്രയാർ ക്ഷേത്രത്തിലേക്കുള്ള വഴി ആശാൻ അറിയാമോ? തൃപ്രയാർ ക്ഷേത്രത്തിലേക്കുള്ള വഴി അറിയാമോ? അറിയാം. അതും എന്നോട് ഞാൻ പറയട്ടെ. സ്റ്റേജിന്റെ പുറകിലുള്ള മതിൽ ചാടി കിടന്നിട്ട് റബ്ബർ 100 ഓടിച്ച് അപ്പുറത്തുള്ള ചാനലുകൾ ചേരാണ്ട് അപ്പുറത്തെ വീട്ടിലെ ചർച്ചിന്റെ പുറകിലേക്ക് പൈപ്പൊഴി ഊർ തുടങ്ങിയിട്ട് പട്ടി അടിക്കാണ്ട് വേലി ചാടിച്ചിട്ട് 100 ഓടണ ആ വഴിയല്ലേ ആശാനെ? സമ്മതിക്കണം. ആ നാട്ടുകാർ പോലും ആ വഴി അത്ര പരിചയമില്ല. അതെങ്ങനെ മനസ്സിലായത്? ആ വഴി 4 വർഷം മുമ്പ് ഒരു ഗാനം നടത്തി പൊളിഞ്ഞിട്ട് ഞങ്ങൾ അതുവഴിയല്ലേ ഓടിയത്. അന്ന് ആശാനായിരുന്ന പരിപാടി നടത്തിയതല്ലേ? മനസ്സിലായി. പക്ഷെ അന്ന് ആശാനത്തെ തടിയില്ലായിരുന്നു കേട്ടോ. വളരെ മെലിഞ്ഞിട്ടായിരുന്നു. ഇപ്പോഴെങ്ങനെ എത്രയും തടി വെച്ചത്? അത് പിന്നെ പള്ളിവട്ട മനസ്സിൽ പരിചയം. ഈ തൃപ്രയാർ എന്ന് പറഞ്ഞത് നല്ല അടിപൊളി ചെറുപ്പക്കാരുള്ള സ്ഥലമാണ്. പിന്നെ എനിക്കറിയാൻ പറ്റില്ല. അതനുസരിച്ച്
സജഷൻ ഞാൻ പറയാം. ഒരു ഉഗ്രം പാടുന്നല്ലേ ഇപ്പൊ ഇറങ്ങിയത്? അത് ഏതാണ്? ലജ്ജാവതിയെ നിന്റെ കള്ളക്കാട കണ്ണിൽ, ലജ്ജാവതിയെ നിന്റെ കള്ള കൊള്ളാല്ലേ? എന്തിന് കൊള്ളാം? ഇങ്ങനെയാണോ പാടുന്നത്? പിന്നെ പാട്ട് പാടുമ്പോ അതിനൊരു ഈണം വേണം. നീ ഈണം തെറ്റിച്ചാ പാടില്ല. ഈണം തെറ്റിയാ അതാണ് എന്റെ കാരണം. ഇപ്പൊ നമ്മൾ കേട്ടിട്ടില്ല പരിപാടി. അവിടെ ഭക്തിയോടാണ് ഈ പാട്ട് പാടും. ഞാൻ പാടുന്നത് കേട്ടില്ല. ഇല്ല, പിടിച്ചോ. ലജ്ജാവതിയെ ഇത് ഗാനമേള തന്നെയാണ്. അമ്മയ്ക്ക് ഇതാണ് ഗാനമേള. ഞാൻ പാടി എന്റെ ആശാന് സംഗീതം എന്താണെന്ന് അറിയാമോ? ആ സംഗീതം സംഗീതം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് അല്ല എന്താണ് സംഗീതം? സംഗീതം എന്ന് പറഞ്ഞാൽ വലിയ ഒരു തെങ്ങാണ്. അതെ, ഈ സംഗീതമാകുന്ന തെങ്ങിലേക്ക് രാഗമാകുന്ന തളപ്പെട്ട് നമ്മളിങ്ങനെ കയറി പോകണം. എന്നിട്ട് മോളിൽ ചെന്നിട്ട് സ്വയമാകുന്ന തേങ്ങയും താളമാകുന്ന പുതുമ്പ് പോരാട്ട പത്രമായിരിക്കും. എന്നിട്ട് രണ്ട് തേങ്ങ എടുത്ത് വീട്ടിൽ തെങ്ങേറ്റ് അരികു പണി അതല്ലേ ഈ തെങ്ങി കയറാൻ തന്നെ തെങ്ങി കയറാൻ ഒരു ബുദ്ധിമുട്ടില്ല. തെങ്ങിന് വീണ് കഴിഞ്ഞാൽ എനിക്ക് അതെ ആശാൻ ചുറ്റുമാൻ തെങ്ങേറ്റത്തിന്റെ കാര്യമില്ല. ഞാൻ കേട്ടിട്ടോടാ ആശാൻ എന്നും പരിപാടി ഉണ്ടോ? എന്നും പരിപാടി ഉണ്ടാവും. ഇന്നൊരു പരിപാടി ഞാൻ പിടിച്ചെങ്കിൽ ആഴ്ചയിൽ 6 ദിവസം ഞാൻ പിന്നെ പരിപാടിയെ അങ്ങനെ ആശുപത്രി ആശാൻ ഞാൻ ചോദിക്കട്ടെ. ഞാനിപ്പോ ആശാനെ ഈ ത്രിപുരാക്ഷേത്രത്തിൽ ആശാന്റെ പരിപാടി ബുക്ക് ചെയ്യാൻ പോവാ. ബുക്ക് ചെയ്താൽ ആശാനും ഈ ഗ്രൂപ്പും കൂടെ എങ്ങനെ അങ്ങോട്ട് വരും? പരിപാടി നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടി പരിപാടിക്ക് ഒരു കാറിന് അങ്ങോട്ട് വരും. തിരിച്ച് ഒരു ആംബുലൻസ് അറേഞ്ച് ചെയ്താൽ ഈ ചെറുപ്പക്കാരെന്ന പോലെ തന്നെ കുറച്ച് പ്രായമായ ആൾക്കാർ ഞങ്ങൾ ദേശത്തും അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് പഴയ സെമി ക്ലാസിക്കൽ ഗാനമായാലും കുഴപ്പമില്ല. സംഗീതമേ ജീവിതം ശ്രുതിമധുര പിന്നെ എങ്ങനെയാ പാടുന്നത്? ഞാൻ പാടുന്നില്ല. പാട്ട് പാടി ജനം സുഖം അതാണ്. ഒന്ന് തുളിച്ച് ഞാൻ പറഞ്ഞില്ല. പിടിച്ചോ. സംഗീതമേ ജീവിതം ജീവിതം എന്റെ അച്ഛനൊരു ഗാനമേള തന്നെയാണ്. ഞാൻ പാടുമ്പോൾ രണ്ടുപേരും പ്രശ്നം ഉണ്ടാക്കിയത് കേട്ടോ. ഒന്നുമില്ല. പിന്നെ ആശാൻ ഒരുപാട് പേരിൽ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ എന്തെങ്കിലും ആശാൻ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ ആ പാട്ട് വീണ്ടും പാടാൻ ഓഡിയൻസ് ആവശ്യപ്പെടുന്നുണ്ടോ? വീണ്ടും ഒരു പ്രാവശ്യം പാടാൻ. എടാ എന്നോടൊരു പാട്ട് 10 പ്രാവശ്യം പാടാൻ പറഞ്ഞിട്ടുണ്ട്. 10 പ്രാവശ്യം. കണ്ണൂർ ക്ഷേത്രത്തിൽ ഹരിമുരദേവൻ പാടിക്കൊണ്ടിരിക്കുക. പാടി തീർന്ന ഓഡിയൻസ് എന്നിട്ട് പറയുന്നത് എന്നുവെച്ചാൽ ഒരു പെൺകുടി അല്ലല്ല ഒരു 10 പ്രാവശ്യം കൂടി പാടാൻ. അങ്ങനെ ഞാൻ ആ പാട്ട് 10 പ്രാവശ്യം പാടാം. അവസാനത്ത് ചാടി എന്നെ ചോദിക്കാം, ഇനി ഈ പാട്ട് പാടി ശരിയാക്കി പോയാൽ മതി. വേറൊരു കാര്യം ആശാൻ ഒരുപാട് പേരും പരിപാടികൾ ഇതുവരെ ആശാന്റെ ഈ സംഗീത ജീവിതത്തിൽ ആശാൻ മറക്കാനാവാത്തതിൽ അതുകൊണ്ടായിരുന്നു. ഞാൻ ഗാനങ്ങൾ ഒരു 10 ഭക്തികളുണ്ട്. ഞാൻ അങ്ങനെ പാടി ആശാനോട് ആരാധന മൂർത്തിണ്ടായിരുന്നു. അങ്ങനെ തന്നെ അവിടെ ദേവി പോലെ നല്ല ശക്തിയുള്ള ദേവിയാണ്. ദൈവം ആ ദേവിയുടെ അനുഗ്രഹം മുഴുവൻ ആശാനം വാങ്ങിക്കാനായിരിക്കും. അവിടെ നിർത്തി തപ്പിഞ്ചു ഏതാനും വിവാഹ പരിപാടിയൊക്കെ നടക്കില്ലാതും ഈ പ്രദേശങ്ങളിൽ ഈ ജന്മത്ത് വരില്ലാതും കമ്പനിക്കാർ പാടക്കിട്ട് മുട്ടുകളാണ്. അപ്പൊ ഇനി ഏത് സ്റ്റേജിൽ ഏത് ക്ഷേത്രത്തിലെല്ലാം മണ്ണി കുടിച്ചിട്ടുണ്ട്. മണ്ണി കുടിച്ചിട്ട് 130 അതൊക്കെ പറയുന്നത്. അതെ ഞാൻ പറയുന്ന പറയുന്നത് ഈ പള്ളിവേട്ട കഴിഞ്ഞത്
പിന്നെ എന്താ ഈ സാധനം കൊണ്ടുവന്നിങ്ങനെ നടക്കുന്നത്? പുള്ളിയുടെ ഒരു 50 രൂപ പോയി, ഞങ്ങളത് തപ്പുക. അതന്നെ ഈ പൊതുവെ ഗാനമേളയുടെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് അവസാനം അടിപൊളി തമിഴ് പാട്ട്. അടിപൊളി തമിഴ് പാടുമല്ലോ, പാടുമല്ലോ. ഞാൻ പറഞ്ഞ പാട്ട് പാടിയാൽ മതി. തീർച്ചയായിട്ടും പാട്ട്. ഒരു പാട്ടുണ്ടല്ലോ, ഏത് പാട്ടാ? തിരക്ക് വെച്ചിരിക്കേ, എടുത്ത് വെച്ചിരിക്കേ, കറുത്ത കോഴി മുളകും. നീ ഇതിനെ പറ്റിട്ട് പാടും പാട്ടിന് മര്യാദ ഞാൻ പാടുന്നില്ല. കരക്ക് വെച്ചിരിക്കേ അങ്ങനെ പോകാൻ പറ്റില്ല. അഡ്വാൻസ് വരാൻ ഞാൻ പോകില്ല. എനിക്ക് പരിപാടി വേണ്ട. എന്റെ അടുത്ത് ആരും ഒന്നും അവരോട് അഡ്വാൻസ് മേടിച്ച ചരിത്രം എന്റെ അച്ഛനും ഞാൻ മേടിക്കല്ലേ മേടിക്കും. സന്തോഷമായി. ഞാൻ നിന്നോട് അഡ്വാൻസ് ചോദിച്ചു, നീ എനിക്ക് ഫുൾ പേയ്മെന്റ് തന്നു. മക്കളെ